റാം കെയർ ഓഫ് ആനന്ദി എന്ന പ്രണയ നോവലിന്റെ 10ാം ഭാഗം. അന്ന് തയ്യാറൻ സാറിന്റെ വക സിനിമാറ്റോഗ്രാഫിയെ പറ്റിയായിരുന്നു ക്ലാസ്. ഉച്ചവരെ ആ ക്ലാസ് നീണ്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റാം വെട്രിയോടും രേഷ്മയോടും ഹിജട കൊടുത്ത ടിന്നിനെ പറ്റി പറഞ്ഞു. വെട്രിയും രേഷ്മയും കൂടി അത് തുറന്നു നോക്കാതെ കളഞ്ഞതിന് റാമിനെ കുറെ ചീത്ത പറഞ്ഞു. വേസ്റ്റ് ബാസ്കറ്റിൽ നോക്കിയപ്പോൾ അത് ക്ലീൻ ചെയ്തെന്ന് മനസ്സിലായി. അമ്മ ഉണവകത്തിലേക്ക് നടക്കുമ്പോഴും വെട്രിയും രേഷ്മയും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ അവിടെ എത്തുമ്പോൾ ആനന്ദി പതിവ് പോലെ തന്നെ തൈര് സാധവും വാങ്ങി ഉണവകത്തിലെ സിമന്റ് ബെഞ്ചിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഭക്ഷണം വാങ്ങുവാനായി ക്യൂ നിൽക്കുമ്പോൾ ഉണവകത്തിൽ വിളമ്പാൻ നിൽക്കുന്ന അക്ക വെട്രിയെയും രേഷ്മയും റാമിനെയും മാറി മാറി നോക്കി. അവരുടെ മുഖത്തൊക്കെ നീരി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. നിന്റെയൊക്കെ കയ്യിലിരിപ്പിന് എവിടുന്നേലും മടികിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കൃത്യമായി രേഷ്മയ്ക്ക് കൊളുത്തി. എടി ചൂല്, നിന്നെ ഞാൻ ചെരുപ്പൂരി അടിക്കും. അത് കേട്ടതും വെട്രി അവളെ പിടിച്ചു മാറ്റി. ദയവ് ചെയ്ത് നീ ഇവിടുന്നുള്ള അന്നം മുട്ടിക്കരുത്. അടുത്ത ഉണവകത്തിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം. അത് കേട്ടതും രേഷ്മ ഒന്നടങ്ങി. വെട്രി ഭക്ഷണം വാങ്ങി. പിന്നാലെ റാമും തൊട്ട് പിന്നാലെ രേഷ്മയും വാങ്ങി. ചീച്ചി വിളമ്പുന്ന സ്ത്രീ അവളെ നോക്കി ആട്ടിയതും അവളും തിരികെ ആട്ടി. കൈ കഴുകി പാത്രം തിരികെ വയ്ക്കുമ്പോൾ രേഷ്മ അവരെയും അവർ രേഷ്മയെയും വൈരാഗ്യത്തോടെ നോക്കി. രേഷ്മ, നിനക്ക് ഈ തറുതല പറച്ചിലും എടുത്തുചാട്ടവും ഇത്തിരി കൂടുന്നുണ്ട്. ഉണവകത്തു നിന്നും ഇറങ്ങി തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ വെട്രി പറഞ്ഞു. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. റാമും വെട്രിയെ പിന്തുണച്ചു. രേഷ്മ പുച്ഛഭാവത്തിൽ അവർക്കൊപ്പം നടന്നു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നുവെങ്കിലും തെരുവിൽ കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. മിക്ക ടീ ഷോപ്പുകളിലെയും ബെഞ്ചുകളും കസേരകളും നിറഞ്ഞു തന്നെ കാണപ്പെട്ടു. ഏയ് ഹലോ! തെരുവിലൂടെ ഓരോന്ന് നോക്കി നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ആ ആനന്ദിയുടെ ശബ്ദം കേട്ട് 3 പേര് തിരിഞ്ഞു നോക്കി. ആനന്ദിയെ കണ്ടതും എന്ത് വേണമെന്ന മുഖഭാവത്തിൽ അവർ 3 പേര് നിന്നിരുന്ന അവിടെ തന്നെ നിന്നു. ശ്രീറാം, ഒന്നിനു വരുമോ? അത് കേട്ടതും റാം വെട്രിയെ ഒന്ന് നോക്കി. മച്ചാ, കഴിഞ്ഞ ദിവസത്തെ അതേ ടോണിലുള്ള വിളി. വെട്രി പറഞ്ഞു. ഇന്ന് റാമിനെങ്ങാൻ തൊട്ടാൽ അവൾ വിവരം അറിയും. ഉണവകത്തിലെ ആ മൂതേവിക്കിട്ടുള്ളത് ഈ മൂതേവിക്കിട്ട് ഞാൻ കൊടുക്കും. അത് പറഞ്ഞിട്ട് രേഷ്മ ആനന്ദിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. നീ എനിക്ക് തല്ലി കിട്ടിയ കാര്യം രേഷ്മയോട് പറഞ്ഞല്ലട ചതിയ. രേഷ്മ അരികിൽ നിന്നും പോയതും റാം വെട്ടിയുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. എന്താടി? ആനന്ദിയുടെ അരികിലേക്ക് നടന്നെത്തിയ രേഷ്മ ചോദിച്ചു. നീയാണോ ശ്രീറാം? അതെ, തൽക്കാലം ഞാനാണ് ശ്രീറാം. നീ കാര്യം പറഞ്ഞാൽ മതി. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ആനന്ദ് സൈഡ് ബാഗിൽ നിന്നും ഒരു ടിന്നെടുത്ത് രേഷ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിനകത്ത് കാശുണ്ടായിരുന്നു. വേഷെടുക്കാൻ വന്ന അക്ക തിരിച്ചു കൊണ്ടുവന്ന് തന്നതാണ്. അത് പറഞ്ഞിട്ട് രേഷ്മയെ അടിമുടി നോക്കിയിട്ട് അവൾ തിരിച്ചുപോയി. ടിൻ കൊടുക്കുന്നത് കണ്ട് റാമും വെട്രിയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ആനന്ദി പോയി കഴിഞ്ഞിരുന്നു. രേഷ്മ ടിൻ തുറന്ന് നോക്കുമ്പോൾ അത് 100 രൂപയുടെ ഒരു ഒറ്റ നോട്ടും പിന്നെ 10ന്റെയും 20ന്റെയും കുറെ നോട്ടുകളും ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടത്തിൽ ഒരു പേപ്പറും. രേഷ്മ പേപ്പറിൽ തമിഴിൽ എഴുതിയിരുന്ന വടിവത്ത വാക്കുകൾ വായിച്ചു നോക്കി. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. നിന്നെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുവാനും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിന്റെ കയ്യിൽ നിന്നും എടുത്ത അതേ നോട്ടും കീറിയ ഷർട്ടിന് പകരം പുതിയത് വാങ്ങുവാനുള്ള പണവും ഇതോടൊപ്പം വഹിക്കുന്നു. എന്നെ കണ്ടാൽ ആളുകൾക്ക് ഉപദ്രവിക്കാൻ തോന്നുമോ? രേഷ്മ അത് വായിച്ചു കഴിഞ്ഞതും റാം ഞെട്ടലോടെ ചോദിച്ചു. വെട്രിയും രേഷ്മയും അവനെ അടിമുടി നോക്കി. ഇല്ലില്ല, ഇരുവരും ഒരുപോലെ പറഞ്ഞു. തിരികെ ക്ലാസ്സിലെത്തിയ ശേഷവും റാമിന്റെ ചിന്ത മുഴുവൻ ആ ഹിജഡ എഴുതിയ വാചകങ്ങളെ കുറിച്ചായിരുന്നു. അവർ എന്തിനാണ് തന്നെ ഉപദ്രവിച്ചത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞത്? റാം, വാട്ട് ഹാപ്പൻ? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ശിവസാർ ചോദിച്ചു. നത്തിങ് സർ, സോറി. ഓക്കെ. ശിവസാർ വീണ്ടും ക്ലാസ് തുടർന്നു. നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ടാസ്ക് തരാൻ പോവുകയാണ്. ഒരു പയ്യന് ഒരു പെൺകുട്ടിയുടെ എന്തെങ്കിലും വെറൈറ്റി രീതിയിൽ ഇഷ്ടമാണെന്ന് പറയുന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഷൂട്ട് ചെയ്യണം. അതിനുള്ള ക്യാമറയും എക്യുപ്മെന്റ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ട സമയം പറഞ്ഞാൽ റിസപ്ഷനിലെ രജിസ്റ്ററിൽ സൈൻ ചെയ്ത ശേഷം വാങ്ങി ഉപയോഗിക്കാം. ഷൂട്ട് ചെയ്ത ശേഷം വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഡബ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ചെയ്യാം. നാളെ ഫുൾ ഡേ നിങ്ങൾക്ക് എടുക്കാം. മറ്റന്നാൾ രാവിലെ ഓരോരുത്തരുടെയും വർക്കുകൾ നമ്മൾ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യും. സർ, അപ്പോൾ ഈ നായകനും നായികയുമോ? ദേവ എന്നു പേരുള്ള ഒരുവൻ ചോദിച്ചു. അത് ആര് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഭിനയിക്കുകയുമാവാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഏത് ലെവലിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ വെട്രിയും രേഷ്മയും കൂടി ഏതോ ഹിന്ദി സിനിമയ്ക്ക് പോകുവാനായി റാമിനെ വിളിച്ചു. ബിനീഷേട്ടനോട് മുൻകൂട്ടി പറയാതിരുന്നതിനാൽ റാം അവർക്കൊപ്പം പോകാതെ തിരികെ ഫ്ളാറ്റിലേക്ക് പോയി. ആദ്യമായിട്ടായിരുന്നു അവൻ ട്രെയിനിൽ തിരികെ കിണ്ടിയിലേക്ക് സഞ്ചരിക്കുന്നത്. രാവിലത്തേതിനേക്കാൾ 4 ഇരട്ടിയോളം ആളുകൾ ട്രെയിനിലുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഉന്തിത്തള്ളി അവൻ അകത്ത് കയറിപ്പറ്റി. ട്രെയിനിന്റെ വാതിലിൽ കുറെ സ്കൂൾ പയ്യന്മാർ ജാട കാണിക്കൽ എന്നതുപോലെ ഒറ്റ കൈയിൽ തൂങ്ങി പാതി ശരീരം പുറത്താക്കി നിൽപ്പുണ്ടായിരുന്നു. ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴും ട്രെയിൻ സ്ലോ ചെയ്യുമ്പോൾ അവർ അരികിൽ കാണുന്ന പോസ്റ്റിലും മറ്റിലും കൈകൊണ്ട് തട്ടിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിൽ ആരവങ്ങൾ മുഴക്കി.
ഗിണ്ടി സ്റ്റേഷനിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന മേൽപ്പാലത്തിന്റെ പടികൾ കയറുമ്പോൾ റാം ചുറ്റും ഒരിക്കൽ കൂടെ കണ്ണോടിച്ചു. ആ സമോസ വിൽക്കുന്ന അമ്മച്ചിയല്ലാതെ മുഖപരിചയമുള്ള ആരെയും അവനവിടെ കണ്ടില്ല. ബസ് കയറി തിരികെ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ടായിരുന്നു. അവൻ ബാഗിൽ നിന്നും ഹിജട കൊടുത്ത ടിന്നെടുത്ത് ബിനീഷേട്ടനെയും കിരണിനെയും കാട്ടി. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ വിവരിച്ചു. എടാ, സാധാരണ ഇവർ ആർക്കും അങ്ങോട്ട് കാശ് കൊടുക്കാറില്ല. അവർ മനസ്സറിഞ്ഞു തന്നാൽ നിനക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം, ബിനീഷേട്ടൻ പറഞ്ഞു. ഒന്ന് പോടോ മനുഷ്യ, ഞാനിവിടെ അവർക്കെന്നെ ഉപദ്രവിക്കാൻ തോന്നാൻ എന്താണ് കാര്യമെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഐശ്വര്യം വരുന്ന കാര്യം പറയുന്നു. നീ നോക്കിക്കോ, ഇനി നിന്റെ ലൈഫ് കളറാകും. നമുക്ക് നോക്കാം, അവൻ പരിഹാസത്തിൽ പറഞ്ഞു. എങ്കിലും അണ്ണൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞതും ഇത്രയുമൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ഓർക്കുമ്പോഴാണ് അത്ഭുതം. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ആരോടെങ്കിലും വിശേഷം പറയാനെങ്കിലും വകയുണ്ടായത്. കിരൺ അത്ഭുതപ്പെട്ടു. ഇവൻ നിന്നെപ്പോലെയല്ലല്ലോ, ജീവിതം പഠിച്ച് കഥയുണ്ടാക്കാനും സംവിധായകനാകാനുമൊക്കെയല്ലേ ഈ നാട്ടിലേക്ക് വന്നത്. എന്റെ ബലമായ സംശയം ഇവൻ ഓരോരോ പുതിയ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടി കാണുന്ന എല്ലാ പ്രശ്നത്തിലും മനഃപൂർവ്വം ചെന്ന് ചാടുകയാണെന്ന് ബിനീഷേട്ടൻ പറഞ്ഞു. ഇനി അതുകൂടെ എന്റെ തലയ്ക്ക് വയ്ക്ക്. വെട്രിയും രേഷ്മയും സിനിമയ്ക്ക് വിളിച്ചിട്ട് പോലും പോകാതെ കൃത്യമായി വീട്ടിൽ വന്നെത്തി എന്നെ വേണം പറയാൻ. അവൻ ബിനീഷേട്ടനെ നോക്കി പരാതി പറയും പോലെ പറഞ്ഞു. എടാ മണ്ട, നീ എന്തിനാണ് നിന്റെ കൂട്ടുകാരുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ മിസ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് വേണ്ടാത്ത പണിക്ക് പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നിന്റെ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കണമെന്നല്ല. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നീ. ഞാൻ എന്തു പറയുമെന്നോർത്ത് നിനക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. എവിടെ പോയാലും ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി, ബിനീഷേട്ടൻ പറഞ്ഞു. താങ്ക്സ്, റാം ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് വെച്ച് നീയെങ്ങാനും തോന്നിയാസം നടക്കാൻ പോയാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും, കേട്ടല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തലയും കുലുക്കി നിന്നിരുന്ന കിരണിനെ നോക്കി അയാൾ കൂട്ടിച്ചേർത്തു. നിയമങ്ങളിൽ പക്ഷാഭേദം കാണിക്കുന്ന മനുഷ്യർ പിശാചുക്കളാണ്. നിങ്ങളുടെ മേൽ തീമഴ പെയ്യുന്ന ദിവസം ഞങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കും, അവൻ പറഞ്ഞു. ഈ പ്രശ്നം നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർത്തോ? ഞാൻ ഫ്രഷായിട്ട് വരാം, അതും പറഞ്ഞുകൊണ്ട് റാം തടിതപ്പി. അങ്ങനെ അവന്റെ അന്നത്തെ രാത്രി കിരണിനൊപ്പം ബാൽക്കണിയിൽ പോയിരുന്ന് കാറ്റും കൊണ്ട് ശിവസാർ പറഞ്ഞ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കടന്നുപോയി. പിറ്റേന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ റാമിന്റെ മുഖത്ത് നിന്നും നീര് പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. അവൻ 8 മണിക്ക് തന്നെ അയ്യപ്പൻ താങ്കളിൽ നിന്നും ബസ് കയറി. റോഡ് തിരക്ക് നന്നേ കുറവായിരുന്നതിനാൽ 9 മണിക്ക് മുന്നേ അവൻ ഗിണ്ടിയിലേക്ക് എത്തി. റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ ഒരു ട്രെയിൻ പോകാനായി ചലിച്ചു തുടങ്ങുകയായിരുന്നു. താൻ നേരത്തെ ആയതിനാൽ അതിലേക്ക് ഓടിക്കയറാൻ നിൽക്കാതെ മേൽപ്പാലത്തിന്റെ പടികളിലൂടെ ചാടിയോടിയിറങ്ങി ആ ട്രെയിൻ പിടിക്കാൻ പായുന്നവരെയും വീക്ഷിച്ചുകൊണ്ട് അവൻ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. ഭൂരിഭാഗം ആളുകളും ആ ട്രെയിനിൽ കയറി പോയതിനാൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോം തിരക്കില്ലാതെ ഒഴിഞ്ഞു കാണപ്പെട്ടു. റാം പതിയെ ബാഗിൽ കിടന്നിരുന്ന മാർക്കർ പേന എടുത്തിട്ട് ബെഞ്ചിൽ ചാരുന്നതിന് മുകളിലായി റാം എന്ന് ചെറുതാക്കി എഴുതി. ചുവന്ന അക്ഷരത്തിൽ അങ്ങനെ തന്റെ പേര് കണ്ടതും ആ റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയതുപോലുള്ള ആത്മസംതൃപ്തിയായിരുന്നു അവന്. അപ്പോഴേക്കും വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. കൂട്ടത്തിലെങ്ങും അറുവാണിയെ കാണാതിരുന്നത് റാം പ്രത്യേകം ശ്രദ്ധിച്ചു. ട്രെയിൻ വിടുമ്പോൾ ചാടിക്കയറുന്നതാണല്ലോ ഇവരുടെയൊക്കെ ശീലം. സ്ഥിരം പോകുന്ന ട്രെയിൻ വരുമ്പോൾ വരാതിരിക്കില്ലെന്ന് അവൻ മനസ്സിലോർത്തു. ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നെത്തിയിട്ടും ഹിജഡയെ കാണാതിരുന്നപ്പോൾ അവരിനി തന്റെ മുന്നിൽ വരില്ലായിരിക്കുമെന്ന് അവന് തോന്നി. നുങ്കമ്പാക്കം ഇറങ്ങി കോളേജിലേക്ക് എത്തുമ്പോൾ റിസപ്ഷൻ ടേബിളിനരികെ നിന്ന് ക്ലാസ്സിലെ അരുണും കാർത്തിക്കും ആനന്ദിയെ ചീത്ത വിളിക്കുന്നത് കേട്ടു. റാം അതിൽ ഇടപെടാൻ പോയില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ മുകളിലേക്കുള്ള പടികൾ നടന്നു കയറി. നിന്റെ തന്ത മേടിച്ച ക്യാമറയല്ലല്ലോ കൃത്യം കോളേജ് ടൈമിന് മാത്രമേ തരൂ എന്ന് പറയാൻ. ഞങ്ങൾക്കാകെ ഒറ്റ ദിവസമാണുള്ളത്. കാർത്തിക് ആനന്ദിയുടെ തന്തയ്ക്ക് വിളിച്ചത് കേട്ട് പാതി വരെ സ്റ്റെപ്പ് കയറിയ റാം ഒന്ന് നിന്നിട്ട് വാ പൊത്തി ചിരിച്ചു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. അവൻ ക്ലാസ്സിലെത്തിയപ്പോൾ രേഷ്മ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏതോ മുന്നിരുന്ന നടിയെപ്പോലെ കാലിന്മേ കാലൊക്കെ കയറ്റി വെച്ച് പുച്ഛം വാരി വിതറുന്ന ഭാവത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും വർക്കിൽ ആ ചൂലാണ് നായിക. എന്റെ വർക്കിൽ അഭിനയിക്കണേൽ 189 രൂപ വേണം പോലും. റാമിനെ കണ്ടതും വെട്രി അവനരികിലേക്ക് വന്നെത്തിക്കൊണ്ട് പറഞ്ഞു. 189 രൂപയോ? അതെന്താ അങ്ങനെയൊരു കണക്ക്? ആർക്കറിയാം, അവൾക്ക് മുഴുത്ത പ്രാന്തല്ലേ. ഇനി അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് വേണം അവൾ അത് 500 ആക്കാൻ. അവന്മാരൊക്കെ ഓരോ ഫുഡ് ഐറ്റംസും ഫിലിമിന്റെ ടിക്കറ്റും ഒക്കെയാണ് അവൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? നമുക്ക് ഡാൻസ് അക്കാഡമി സെഷൻസ് വരെ ഒന്ന് ചുറ്റി വന്നാലോ? വല്ല ഭരതനാട്യമോ കുച്ചിപ്പുടിയോ ഒക്കെ പഠിക്കുന്ന ആരെങ്കിലും കിട്ടിയാലോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ രേഷ്മയെ വെച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എഡിറ്റിംഗും കഴിഞ്ഞ് സാധനം സെറ്റാക്കാം, വെട്രി പറഞ്ഞു.